ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിലെ താരമായ മുക്കുറ്റിയെ കണ്ട് നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? എന്ത് ഭംഗിയാണെന്നറിയോ ഇവളെ കാണാൻ. അതുപോലെ തന്നെ ധാരാളം കുഞ്ഞിപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും കുറച്ച് നാളായിട്ട് നമ്മളോട് പിണങ്ങി എന്നൊരാൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സൂര്യൻ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നല്ലൊരു എന്താ പറയണ്ടേ, ഒത്തിരി നാൾ നമ്മൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മടിയാകത്തില്ലേ. ഇന്ന് എന്തായാലും നല്ലൊരു പ്രത്യേക ഉണർവുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ വെയിലൊക്കെ ഉള്ളൊരു ദിവസം നമ്മൾ കണ്ണിൽ കണ്ടിട്ടുണ്ടായിരുന്നതല്ലേ. അങ്ങനെ നമ്മുടെ തോട്ടിലെ വെള്ളമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ എന്ന് വെച്ചാൽ മഴയാകുന്ന സമയത്ത് ഈ കുഞ്ഞിത്തോട്ട് നല്ല അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന നമ്മുടെ പാടവരമ്പും നമ്മുടെ തോടും അങ്ങനെയുള്ള കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങളുടെ അടുത്തോട്ട് നമ്മൾ കൊണ്ട് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്ഥലം എന്ന് വെച്ചാൽ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നത് ആ കാണുന്നൊരു കുളം കേട്ടോ. അത് പായലൊക്കെ ആയിട്ട് ഫുള്ളിങ്ങനെ നിറഞ്ഞിരിക്കുന്നത്, അറിയാത്ത ഒരാൾക്കൊന്നും മനസ്സിലാകത്ത് പോലും ഇല്ല. ഈ കാണുന്നുണ്ട് രാവിലെ അവരെല്ലാവരും ഓരോരുത്തരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആളെ ഞാൻ കുറേ നേരം കൊണ്ട് നിൽക്കും. ഇയാൾ പോയി കുടിക്കുന്ന എല്ലാം തന്നെ മുക്കുറ്റിയുടെ അടുത്ത് പോയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ചിറകിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടു. എന്ത് ഭംഗിയല്ലേ. നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിവിടെ രാവിലത്തെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പ്ലാനിങ് ഒക്കെ, പക്ഷെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. അവൾ ഭയങ്കര തയ്യാറെടുപ്പൊക്കെ എടുക്കും, ഒരാളെ ലക്ഷ്യം വെച്ചിട്ട് ഭയങ്കര തയ്യാറെടുപ്പൊക്കെ കേട്ടോ. വാലൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇവളെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാത്തു എന്നുള്ള കാർട്ടൂൺ കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും എനിക്ക് കാത്തുപൂച്ചയെ പോലൊരു പൂച്ചക്കുഞ്ഞിനെ വേണമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവളെ കണ്ടെടുത്ത് കൊണ്ടുവന്നേ കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ പേരും കാത്തു തന്നെ. നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ രാവിലെ ഇവിടെ ഭയങ്കര കളികളൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ്. ഇന്നും കേട്ടോ ഇവന്മാരെ കുളക്കോഴി ഇവരിലെ ആരെയോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കാത്തു രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കാത്തുവിൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഉറക്കം ഇവളിനി ഒരു 2 മണി 3 മണി വരെ തുടങ്ങും. ഒരു 10 മണിക്ക് ഉറങ്ങുന്നോട്ട് ഉറക്കം ഒരു 2 മണി 3 മണി വരെയെങ്കിലും കാണും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവളെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വീടിന് ചേർന്നൊരു വാതിലുണ്ട്, ആ വാതിലിൻ്റെ അവിടുത്തെ അവിടെ ഇങ്ങനെ കിടക്കുന്ന ആ മാറ്റിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവൾക്ക് സ്വന്തമായിട്ടൊരു തലങ്ങണയും ബെഡും ഒക്കെ ഉള്ള ആളെങ്കിലും അവളത് കിടക്കത്തില്ല, അവളിവിടെ വേണം. അപ്പോഴാണ് പെട്ടെന്ന് വെയിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ദ്രോണ സിനിമയിലെ ഡയലോഗ് പോലെ പെട്ടെന്നാണ് അന്തരീക്ഷത്തിൻ്റെ ഭാവവും മറ്റും മാറിയെന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു മഴക്കാളും ഭയങ്കര കാറ്റുമൊക്കെ ആയിരുന്നു. ഇനി അതൊക്കെ മാറിയപ്പോൾ നമ്മൾ നേരെ നമ്മുടെ തോട്ടിലോട്ടും പാടവരമ്പത്തോട്ടൊക്കെ പോകും കേട്ടോ. നമ്മളിപ്പം പോകുന്ന വെച്ചാൽ നമ്മുടെ വലിയ തോട്ടിലോട്ടാണ് കേട്ടോ. വലിയ തോടെന്ന് വരിക നിങ്ങൾ ഒത്തിരി വലിയൊന്നും വരിക്കേണ്ട. ഈ സൈഡിൽ കാണുന്ന നമ്മുടെ കുഞ്ഞു തോട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ബഹളവും അലപ്പമൊക്കെ ആയിട്ട് ദൂരെ നിന്ന് 2 പേര് തലപൊക്കി നോക്കുന്നുണ്ട്. ആരെ ഈ വായ അലച്ചുകൊണ്ടൊക്കെ പോകുന്നുള്ള രീതിയിലാണ് ഈ നോക്കുന്നത്. 2 പേരുണ്ട് കേട്ടോ. അവരെ നോട്ടം കാണാൻ രസമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തലപൊക്കി നമ്മളെ നോക്കും. പിന്നെ ഇവിടെ കുഞ്ഞായിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോയിട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങേ സൈഡ് ഫുള്ളെന്ന് വെച്ചാൽ മീൻകുളം എടുത്തിട്ടിരിക്കും കേട്ടോ. മീനൊക്കെ ഉണ്ടായിരുന്നു, മീനൊക്കെ എല്ലാം പിടിച്ചിരിക്കുകയാണ്. എന്നാലും മറ്റേ ഈ വരാൽ അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോവുക കേട്ടോ, നമ്മുടെ തോട്ടിലോട്ട് പോവുക. അവളെന്നാലും വീണ്ടും ഇങ്ങേപ്പുറത്ത് ഒരു ആട്ടുംകുട്ടി ഇരിപ്പുണ്ടായിരുന്നു, അതിനോടും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അവിടെ വന്ന് ഈ സ്റ്റക്കായിട്ടിരിക്കുന്ന മീൻപത്തി അവിടെ നിന്ന് മീനെ പിടിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വലിയ തൊട്ട് വേറെ ഒത്തിരി കളറുള്ള മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ നേരെ ആശാട്ടി അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ പൂ കണ്ടപ്പം കണ്ടു നമുക്ക് ഈ അമ്മൻകുടമൊക്കെ ഓർമ്മ വരത്തില്ലേ. അവൾ നേരെ ഈ തോട്ടിലോട്ട് വരുന്ന അവൾക്ക് പ്രധാന ഒരു ലക്ഷ്യമുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കണ്ടവും നമ്മുടെ തോടും ഒക്കെ എത്തുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വലിയ തോട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണ് അവൾ പറഞ്ഞ വലിയ തോടുന്നുണ്ട്. നമുക്കിത് വലിയ തോടാണ് കേട്ടോ, കാരണം നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നൊരു കുഞ്ഞു തോട്, അപ്പുറത്ത് വലിയ തോട്. അവിടെ ഇട്ടാൽ ഞങ്ങൾ തുണിയൊക്കെ അലക്കുന്ന ഭാഗം അത്രയാണ് ആ വെള്ള കളറിൽ കിടക്കുന്നത്. ഈ പാടവരമ്പത്ത് മൊത്തം ഇത്ത ഈ ഒരു പൂവാണ് കേട്ടോ, ഈ കുഞ്ഞ് സൂര്യകാന്തി പൂ നല്ല ഭംഗിയാണ്. കുഞ്ഞാറ്റ ഇപ്പോൾ ഒരു പൂ പറിച്ച് റെഡി 1 2 3 പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പാലത്തിൻ്റെ അപ്പുറത്തോടെ ആ പൂ ഒഴുകി പോകുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഒരു ശരിയുണ്ട്. അപ്പോഴല്ലേ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നത്. കാരണം ഞങ്ങളിതുപോലെ നേരത്തെ എല്ലാവരും റെഡി ആയിട്ട് പാലത്തിൻ്റെ മണ്ടയ്ക്ക്, പക്ഷേ പാലം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ഥലത്ത് മണ്ടയ്ക്ക് ഇരുന്നിട്ട് ഓരോരുത്തർ ഓരോ ചെടി ഡയലോഗ് വീതം ഇടുന്നത് ഇട്ടിട്ട് നോക്കും. ഒരു സ്ഥലം പറയാം ആരെയായിരിക്കും ഫസ്റ്റിൽ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തട്ടി നിൽക്കുന്നതെല്ലാം ഞങ്ങൾ കല്ലെറിഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നതിന് ശേഷം വീണ്ടും വൈകുന്നേരം വീട്ടിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പൂവൊക്കെ പറിച്ചിട്ടാണ് വരുന്നത്. കുറേ സൈഡിൽ കൂടി ഞങ്ങളുടെ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ഷീണമൊക്കെ ആയി വൈകുന്നേരം നമ്മൾ ചായ ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിന് തൊട്ട് ഫ്രണ്ട് മേളത്തെ കെട്ടിലൊക്കെ നമ്മൾ ചായ കുടിക്കുക കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. പിന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഈ സ്ഥലവും ഇതിൻ്റെ ഭംഗിയും ഒത്തിരി കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെയും വൈകിട്ടും ഒക്കെ ഇവിടെ ഭയങ്കര ബഹളമാണ്. രാവിലെ കുറേ ആൾക്കാരായിരിക്കും, വൈകിട്ടും കുറേ ആൾക്കാരായിരിക്കും, രാത്രിൻ്റെ ഈ സമയമാകുമ്പോൾ കുറേ പേരെ ഭയങ്കര ബഹളമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ കേൾക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.